ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എല്ലാ ചാപ്റ്ററും ലോൻ്റെ ചാപ്റ്റർ വൈസ് റിവിഷനും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. റിവിഷൻ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ വായിച്ച് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒക്കെ നോക്കി വെച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നേരിട്ട് പോകും. പ്രാക്ടീസ് ആണല്ലോ നമ്മളെ മെയിൻ സ്ട്രാറ്റജി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ സിസ്റ്റത്തിൻ്റെ ചാപ്റ്ററാണ്. ചാപ്റ്ററിലേക്ക് നോക്കി നോക്കാം. അതിൽ എക്കണോമിക് സിസ്റ്റം വരുന്നുണ്ട്, 3 എക്കണോമിക് സിസ്റ്റം വരുന്നുണ്ട്. പ്ലാനറ്റും മാർക്കറ്റ് എക്കണോമിയും മിക്സ്ഡ് എക്കണോമിയും. അതിൽ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഈ എക്കണോമിക് സിസ്റ്റത്തിലുള്ള പ്രൊഡക്ഷൻ, ഇൻവെസ്റ്റ്മെന്റ്, പ്രൈസ്, ഇൻകം ഇതൊക്കെ ആരാണ്? ഗവൺമെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് പ്ലാൻഡിൽ ഗവൺമെന്റിന്റെ സാന്നിധ്യം ഉണ്ടാകുക. അതായത് കമ്മ്യൂണിസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, മാർക്കറ്റിൽ നമ്മളെ സപ്ലൈയും ഡിമാൻഡും ഇല്ലേ, നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സപ്ലൈ ആൻഡ് ഡിമാൻഡും അഗ്രിഗേറ്റ് ഓഫ് ഇന്റർനാഷണൽ കൺട്രീസ്, അതായത് മാർക്കറ്റ് ഫോഴ്സ് ആണ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുക, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇതിന് ക്യാപിറ്റലിസ്റ്റും മാർക്കറ്റ് എക്കണോമി എന്നും പറയും. ഇതിൻ്റെ നേരെ പ്ലാൻഡ് എക്കണോമിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി മിക്സ്ഡ് എക്കണോമി എന്താ? ബോത്ത് ഗവൺമെൻറ് ആൻഡ് മാർക്കറ്റ് ഫോഴ്സ്. ഇനി 2 പൊളിറ്റിക്കൽ സിസ്റ്റം വരുന്നുണ്ട്. അതിൽ ഡെമോക്രാറ്റിക്കും ഡിക്റ്റാറ്റോറിയലും വരുന്നുണ്ട്. ഡെമോക്രാറ്റിക്കിൽ ഡൊമിനേഷൻ സ്റ്റേറ്റ് ആണ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം സബ്ജക്റ്റീവ് ആണ്. അതായത് ഇൻഡിവിജ്വൽ ഫ്രീഡം വളരെ കുറവാണ്. ഡെമോക്രാറ്റിക് നമുക്കറിയാലോ, ഇൻഡിവിജ്വൽ ഫ്രീഡം ഗ്യാരണ്ടീഡ് ആണ്. അതായത് ഒരു ഇൻഡിവിജ്വലിന് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റിനൊക്കെ ഫ്രീഡം കൊടുക്കുക, അതാണ്. ഇനി അടുത്തത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വരുന്നുണ്ട് അതിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ ഒന്നുമില്ല, ലോന ഇനാക്ട് ചെയ്യുന്ന, സ്റ്റേറ്റിൽ ലോ ഇനാക്ട് ചെയ്യുന്നതാണ് എന്ത്? ലെജിസ്ലേറ്റീവ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുക, ഇനാക്ട് ചെയ്ത ലോ. പിന്നെ അത് ഇൻട്രപ്റ്റും അപ്ലൈ ചെയ്യുന്ന എന്താണ്? ജുഡീഷ്യറി ആയിരുന്നു. ഒക്കെ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ലീഗൽ സിസ്റ്റം, അതിൽ ലോ വരുന്നുണ്ട്. ലോ എന്താണെന്നുള്ള നമുക്കറിയാം. ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലോ, ഒരു സോഷ്യൽ ഓർഡറിനെ ഇൻറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലോ വരുന്നത്. അതിൽ ജസ്റ്റിസും ഇതൊക്കെ അതിൽ ഇതൊരു ലോവർ സിസ്റ്റമാണ്. സിസ്റ്റം ഓഫ് റോൾ വിച്ച് ഹാവ് ദി ഇൻറ്റൻഷൻ ടു മേക്ക് ലൈക്ക് എ സോഷ്യൽ സ്ട്രക്ചർ ഓർ ഓർഡർ like that. So up next is our types of law. Types of law, international law, national law, conflict law, common law, sharia law, criminal law, civil law വരുന്നുണ്ട്. ഇന്റർനാഷണൽ ലോ നമുക്കറിയാം, ഒരു സിറ്റുവേഷൻ, ഒരു സ്റ്റേറ്റും അതർ സ്റ്റേറ്റും ആയിട്ടുള്ള ഒരു ഇതാണ്. നാഷണൽ ലോയിൽ ഡൊമസ്റ്റിക് ലോ എന്നും പറയും, മുനിസിപ്പൽ ലോ അല്ലെങ്കിൽ നാഷണൽ ലോ അല്ലെ മുനിസിപ്പൽ ലോ എന്നും പറയും. ഇത് വരുന്നത് ലെജിസ്ലേച്ചറിനോ അല്ലെങ്കിൽ കസ്റ്റംസിനൊക്കെ ആയിരിക്കും. പിന്നെ കോൺഫ്ലിക്ട് ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ആണ്, ഫോറിൻ ലോൻ്റെ ഒരു എലമെൻറ്റും ആണ്. ഓക്കെ, കോമൺ ലോ എന്ന് പറയുമ്പം കോമൺ ലോ ഇംഗ്ലണ്ടിലാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അതിൻ്റെ ട്രഡീഷണൽ ആയിട്ട് പറയുമ്പോൾ അതിൻ്റെ കസ്റ്റം പ്രാക്ടീസും ഇതൊക്കെ ഭയങ്കര റിജിഡും അൺഫെയർ ഒക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ റെമഡി മോണിറ്ററി ആയിട്ട് നോക്കുമ്പോൾ ഡാമേജ് ആണ് വരുന്നത്. അത് മാത്രം ഒന്ന് ആലോചിച്ച് വെക്കാം. ശരിയാലോ എല്ലാവർക്കും അറിയാം, ഇസ്ലാമിക് ആണ്. അത് ഖുറാൻ എന്നാണ് ഡിറൈവ് ചെയ്തത്. പിന്നെ സുന്നത്തും, അത് പ്രോഫറ്റിന്റെ സെയിൻസും ടീച്ചിങ്സും ഒക്കെ ആണ്, എക്സാമ്പിളൊക്കെ ആണ് വരുന്നത്. ക്രിമിനൽ ലോ നോക്കുമ്പോൾ പെനാൽ കോൺസിക്വൻസസ് ഉണ്ടാവും. അത് നമ്മളെന്താ പണിഷ്മെന്റ്സിലും അല്ലെങ്കിൽ കുറച്ച് സമയം പ്രിസണിൽ വരെ എത്തിക്കും. പിന്നെ ബേർഡൻ ഓഫ് പ്രൂഫിനായിട്ട് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് വരും. പിന്നെ സിവിൽ ലോസിൽ വരുമ്പോൾ അതിലങ്ങനത്തെ പണിഷ്മെന്റോ കാര്യങ്ങളൊന്നും, പ്രിസണിൽ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പേയ്മെന്റ് ഓഫ് ഡാമേജസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് ഉള്ള വേറെ എന്തെങ്കിലും റെമഡി ഉണ്ടാവും. ഇത് പ്രൈവറ്റ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ 2 or more persons, അതായത് 2 അതിലധികമോ പേഴ്സണലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള
ഇടപാടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് അടുക്കുള്ള കോൺഫ്ലിക്ട്സ് ആണ് വരുന്നത്. ഇതിൽ ബാലൻസ് ഓഫ് പ്രോബബിലിറ്റി ആണ് നോക്കി വെക്കാനുള്ളത്. ഇനി അടുത്ത കോമൺ ലോ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കോമൺ ലോ ആൻഡ് ഇക്വിറ്റി ആണ്. കോൺസെപ്റ്റ് ഓഫ് ഇക്വിറ്റി ഡെവലപ്ഡ് ഇൻ ലേറ്റർ ഇയേഴ്സ് വെർ ബേസ്ഡ് ഓൺ ഫെയർനെസ്. ഇതിൽ നോക്കാം നമ്മൾ സ്പെസിഫിക് പെർഫോമൻസ് ഇൻജെക്ഷൻ ആർ ദ മെയിൻ ഇക്വിറ്റബിൾ റെമഡി. ഇതൊക്കെയാണ്, ഇത് മൂന്നാണ് എന്ത് മെയിൻ ഇക്വിറ്റബിൾ റെമഡി ആയിട്ട് വരുന്നത്. അപ്പം ഇതിൽ കോമൺ ലോ ഇക്വിറ്റി തമ്മിലുള്ള കോൺഫ്ലിക്റ്റില് ഇക്വിറ്റബിൾ പ്രിൻസിപ്പിൾ ആണ് ഇടപെടുക എന്നുള്ള ഒരു ഇതും പറയുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ്യൂട്ടിൽ നോക്കുമ്പോൾ പാർലമെന്ററി സിസ്റ്റമാണ് എന്ത് ഈ ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാർലമെന്ററി സിസ്റ്റം. ഓക്കെ, ദ ഡോക്ട്രൈൻ ഓഫ് പാർലമെന്ററി സോവറിറ്റി വിത്ത് ദ UK കിങ്ഡം മീൻസ് ദാറ്റ് പാർലമെന്റ് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ലോ ആൻഡ് പാർലമെന്റ് ആണ് അൾട്ടിമേറ്റ് സോഴ്സ്. കസ്റ്റംസ് വരുന്നുണ്ട്. യൂറോപ്യൻ ലോ ആണ്. യൂറോപ്യൻ യൂണിയൻ ലോ മെയിൻ ആയിട്ട് UK സിറ്റിസൺസും UK ഉള്ളതാണ് വരുന്നത്. ഇനി ജുഡീഷ്യൽ പ്രസിഡന്റ് വരുന്നുണ്ട്. ജുഡീഷ്യൽ പ്രസിഡന്റ് നോക്കുമ്പോൾ കോർട്ട് ഡിസിഷൻസ് ഓഫ് ദി കോർട്ട്, കോർട്ടിന്റെ ഡിസിഷൻസ് കൺസിസ്റ്റ് ആവും. അതിന്റെ ലീഗൽ പ്രിൻസിപ്പിൾ ആണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് ജുഡീഷ്യൽ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സ്റ്റെയർ ഡിസീസസ് എന്നും പറയുന്നുണ്ട്. പിന്നെ റേഷ്യോ ഡിസിഡൻസി എന്ന് പറയുന്നതും നോക്കാനുണ്ടാവും. ഇനി ടെക്നിക്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഇന്റർപ്രിറ്റേഷനിൽ നോക്കുമ്പോൾ ലൈറ്ററൽ റൂൾ, പർപ്പസ് അപ്രോച്ച് ആൻഡ് കോണ്ടെക്സ്റ്റൽ റൂൾ. ലൈറ്ററൽ റൂൾ ഒന്നുമില്ല, ഇന്റർപ്രറ്റഡ് യൂസിങ് ദ ഓർഡിനറി മീനിങ് ഓഫ് ലാംഗ്വേജ് ആണ് വരുന്നത്, ലാംഗ്വേജ് ഓഫ് ആക്ട് ആണ് വരുന്നത്. ഇതിൽ നോക്കുമ്പോൾ പർപ്പസ് ബിഹൈൻഡ് ദി ലെജിസ്ലേഷൻ കീപ്പിംഗ് ഇൻ ദ വ്യൂ ലൈറ്ററൽ ആൻഡ് ഗ്രാമറ്റിക്കൽ സെൻസ് ഓഫ് ദി വേർഡ്. അത് ഗ്രാമേഴ്സും ആ ലൈറ്ററൽ കൊണ്ട് ഒരു പർപ്പസുമാണ് പറയുന്നത്. പിന്നെ കീപ്പിംഗ് ഇൻ വ്യൂ ഇൻ ദെയർ കോണ്ടെക്സ്റ്റ്. ഇതൊക്കെയാണ് കീവേഡ്സ് മാത്രം നോക്കി വെച്ചാൽ മതിയല്ലോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സിവിൽ ലോ സിസ്റ്റമാണ് വരുന്നത്. സിവിൽ ലോ മെയിൻലി നമുക്ക് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്, ബേസ്ഡ് ഓൺ സ്പെസിഫിക് കോഡ്സ്. പിന്നെ ലെജിസ്ലേറ്റീവ് ഇനാക്ട്മെന്റ് വരുന്നുണ്ട്, അതാണ് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. പിന്നെ ലീഗൽ സ്കോളേഴ്സ്, പിന്നെ അണ്ടർലൈൻ. ശരിയ ലോ സിസ്റ്റം ഒന്ന് നോക്കി നോക്കാം. ശരിയ ലോ സിസ്റ്റത്തിലെ മെയിൻ സോഴ്സ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഖുറാനും സുന്നത്തുമാണ് വരുന്നത്. സെക്കൻഡറി സോഴ്സ് ആയിട്ട് മദ്ഹബ് വരും. അത്രയാണ് അതിൽ പറയാനുള്ളത്. അതിൽ ക്ലെറിക്സ് എന്ന് പറയുന്നത് ഇമാമിനാണ്. പിന്നെ സം മുസ്ലിം കൺട്രിയിൽ സെക്യുലർ ജഡ്ജിനും ക്ലെറിക്സിന്റെ കൂടെ അപ്പോയിന്റ് ചെയ്യും. ഖുറാനും ഇതൊക്കെയാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. പിന്നെ അതിനുള്ള കുറച്ച് ടേംസും കൊടുത്തിട്ടുണ്ട്. മുദാഹിദാവാനുള്ള എന്തൊക്കെയാണ് പ്രാക്ടീസിങ് മുസ്ലിം, ഓണസ്റ്റ് ആൻഡ് റിലയബിൾ പേഴ്സണൽ നോളജ് ഓഫ് ഖുറാൻ ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ ഉർഫ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം ഓർ നോളജ് ഗിവൺ എ സൊസൈറ്റി അങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ ഇജ്മ എന്താന്ന് പറയുന്നുണ്ട്, കോൺസ്റ്റൻസ് ഇതൊക്കെ പറയുന്നുണ്ട്. കോൺസെപ്റ്റ് ഓഫ് യുസ്രി ഇൻ ശരിയ, ഇൻട്രസ്റ്റിനാണ് എന്ത് യുസ്രി എന്ന് അറിയുക, അല്ലെങ്കിൽ അൽ റിബാക്ക് എന്താണ് പറയുക, ഇൻട്രസ്റ്റ് എന്ന് അറിയുക. ഇൻട്രസ്റ്റ് ഹറാം എന്ന് പറയും അല്ലേ, ഇൻട്രസ്റ്റ് ഇല്ല. അതൊക്കെ നോക്കിയൊക്കെ നമ്മൾ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ഫസ്റ്റ് ഞാൻ BPPക്ക് എടുത്ത ഒരു 15-10 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം, നമ്മൾ നേരത്തെ എക്കണോമിക് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. ഡസ് ദി ഗവൺമെന്റ് മേക്ക് ഓൾ ദ ഡിസിഷൻസ്, ഗവൺമെന്റ് എല്ലാ ഡിസിഷൻ ചെയ്യുന്നത് എന്താ, പ്ലാൻഡ് അല്ലേ, പ്ലാൻഡ് ആണ്. ഈസി ക്വസ്റ്റ്യൻസ് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കൺസേണിങ് പോസിറ്റീവ് ലോ ഇസ് കറക്റ്റ്. പോസിറ്റീവ് ലോ പോസിറ്റീവ് നമ്മൾ പഠിച്ചില്ല, പക്ഷെ ഒന്ന് വായിച്ചു നോക്കാം.
പോസിറ്റീവ് ലോസ് ക്രിയേറ്റഡ് ബൈ ഇന്റർനാഷണൽ ലീഗൽ ഓർഗനൈസേഷൻസ് എന്തെങ്കിലും പഠിച്ചോ? ഇല്ല. പോസിറ്റീവ് ലോസ് ഈസ് എ ലോ ദാറ്റ് എ സ്റ്റേറ്റ് ഇമ്പോസസ് ഓൺ സിറ്റിസൺ. മേ ബി ആയിരിക്കാം. പോസിറ്റീവ് ലോസ് ക്രിയേറ്റഡ് ബൈ ഡെമോക്രാസീസ് ബട്ട് നോട്ട് ഡിക്റ്റാറ്റർഷിപ്സ്. എനിക്ക് തോന്നുന്നത് ഇതാണെന്നാണ്. നമുക്ക് നോക്കാം. പോസിറ്റീവ് ലോ ഇസ് ദ സ്റ്റേറ്റ് ഇമ്പോസസ് ഓൺ സിറ്റിസൺസ്. ഓക്കെ, സിറ്റിസൺസ് ആണ് അത് പോസിറ്റീവ് ലോ ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡിസ്ക്രൈബ്സ് ദി കോൺഫ്ലിക്റ്റ് ഓഫ് ലോ? കോൺഫ്ലിക്റ്റ് ഓഫ് ലോ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. കോൺഫ്ലിക്റ്റ് ഓഫ് ലോ ഇൻകോൺസിക്വൻസ് ബിറ്റ്വീൻ എ നാഷണൽ ക്രിമിനൽ ആൻഡ് സിവിൽ ലോ അല്ല. ഡിസ്അഗ്രിമെന്റ്സ് കോസ്ഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ വൺ നാഷണൽ ലോ ആൻഡ് അനദർ നാഷണൽ ലോ. ഡിഫറൻസിയേഷൻസ് ഇൻ an operation of common legal system and civil laws. ജസ്റ്റ് ഒന്ന് നമ്മൾ കോൺഫ്ലിക്റ്റ് ഓഫ് ലോസ് നോക്കി നോക്കാം. കോൺഫ്ലിക്റ്റ് ഓഫ് ലോ അല്ലേ, എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് എലമെന്റ് ഓഫ് ഫോറിൻ ലോ എന്നൊക്കെ പറയുന്നത്. അപ്പം ഡിസഗ്രിമെന്റ്സ് കോസ്ഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ വൺ നേഷൻസ് ലോ ആൻഡ് അനദർ നാഷൻസ് ലോ. ഡിഫറൻസ് ഇതായിരിക്കാൻ ചാൻസ് ചിലപ്പം തെറ്റായിരിക്കും. നോക്കാം ആൻസർ എന്താണെന്ന് നോക്കാം. എന്തായാലും ഇതന്നെയാണ് ആൻസർ. കോൺഫ്ലിക്റ്റ് ലോ കോസ്ഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ വൺ നേഷൻസ് ലോ അനദർ നാഷൻസ് ലോ. ഓക്കെ. ഇംഗ്ലീഷ് സിസ്റ്റം സ്റ്റാൻഡേർഡ് ഓഫ് ക്രിമിനൽ സിസ്റ്റം. ക്രിമിനൽ ലോസ് കേസ് ചെയ്യാൻ എന്താ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ ലോസ് ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, ബിയോണ്ട് റീസണബിൾ ഡൗട്ടാണ് വരിക. ഇനി നേരെ ഓപ്പോസിറ്റ് ചോദിച്ചിട്ടുണ്ട്. സിവിൽ ലോ സിസ്റ്റം, അതായത് ബാലൻസ് ഓഫ് പ്രോബബിലിറ്റി വരാം. ഇൻ ഇംഗ്ലീഷ് കോമൺ ലോ സിസ്റ്റംസ് ഇതും നേരത്തെ പറഞ്ഞാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് നെയിംസ് ഈസ് ഗിവൺ ദി റൂൾ ഓഫ് സ്റ്റാറ്റിബിലിറ്റി ദാറ്റ് മേക്സ് വേർഡ്സ് ഫുൾ വായിക്കുക ഷുഡ് ബി ഗിവൺ ഇൻ ദെയർ പ്ലെയിൻ ഓർഡിനൽ മീനിങ്. ഓർഡിനൽ മീനിങ് ആണെങ്കിൽ എന്താണ് പറഞ്ഞത്? ഇതൊക്കെയാണ് കീവേഡ്സ്. ഓർഡിനൽ മീനിങ് ആണെങ്കിൽ ലിറ്ററൽ റോൾ ആണല്ലേ. റോൾ ഓഫ് ജഡ്ജസ് ഇൻ എ സിവിൽ ലോ സിസ്റ്റം. റോൾ ഓഫ് ജഡ്ജസിന്റെ റോള് സിവിൽ ലോ സിസ്റ്റത്തിൽ എനിക്ക് തോന്നുന്നു ടു അപ്ലൈ ദ ലോ അല്ലേ. വേറെ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റ് അല്ല, അപ്ലൈ ചെയ്യാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കീ സോഴ്സ് ഓഫ് ശരിയ ലോ? ഖുറാനാണ് സോഴ്സ് അല്ലേ, മെയിൻ സോഴ്സ്. വാട്ട് ഈസ് ദി നെയിം ഗിവൺ ഇൻ ശരിയ ലോ ടു ദ കോൺസെപ്റ്റ് ഓഫ് അൺലോഫുൾ ഗെയിൻ വിച്ച് യൂഷ്വലി മീൻസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു എന്താണ്? റിബ ആയിട്ടാണ് പറയുന്നത്. Which two of the following mechanism in the legal system for regulating and enforcing the laws that a country has put in place? Two mechanism in the legal system. Legal systemത്തിന്റെ രണ്ട് മെക്കാനിസം എനിക്ക് തോന്നുന്നു. which regulating and enforcing the law. ഫസ്റ്റ് ലെജിസ്ലേഷൻ ഉണ്ട് enforcing the law ആയിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ജുഡീഷ്യറിയോ ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം എക്സിക്യൂട്ട് ആവാതിരിക്കാം. അല്ല, ഓക്കെയാണ്. നമ്മൾ പഠിച്ചെന്താണ് വന്നത്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇൻവോൾവ്സ് എ സ്റ്റേറ്റ് ഹാവിംഗ് ഡിഫറെന്റ് പീപ്പിൾ ആക്ടിങ് ആസ് എ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ്. ഇൻ ദ UK, വാട്ട് ഈസ് ദി നെയിം ഗിവൺ ദി ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ്? UK ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവിന് എനിക്ക് തോന്നുന്നത് പ്രൈം മിനിസ്റ്റർ ആണെന്നാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ. What is the name given to a party in a criminal law case who is trial for committing a crime? ക്രിമിനൽ ലോ കേസിൽ നമുക്കറിയാം ക്രൈം കമ്മിറ്റ് ചെയ്ത ആളായാൽ എന്താ പറയുക, ക്ലെയിമന്റ് ആണോ അല്ലെങ്കിൽ ഇത് പ്രോസിക്യൂഷൻ ആണോ ഡൗട്ട് ഉണ്ട്. ക്ലെയിമന്റ് കൊടുത്തു നോക്കാം. അല്ല, ഇത് അക്യൂസ്ഡ് ആണ് പറയുക. അക്യൂസ്ഡ് എന്നൊക്കെ പറയില്ലേ, അക്യൂസ്ഡ് ആണ് വരുന്നത്. ക്രിമിനൽ കേസിന്റെ കമ്മിറ്റ് ചെയ്യാന്നുള്ള അക്യൂസ്ഡ് ആണ് വരുന്നത്. ഓക്കെ. Which two of the following would be in a civil system of law opposite to criminal system of law? Okay. സിവിൽ ലോ സിസ്റ്റത്തിൽ കാണുന്നത്, സിവിൽ സിസ്റ്റത്തിൽ കാണാത്തത്. ഓക്കെ. ക്ലെയിമന്റും ഡിഫൻഡന്റും ഉണ്ടാവും സിവിൽ ലോ സിസ്റ്റത്തിൽ. അക്യൂസ്ഡും പ്രോസിക്യൂഷനും ക്രിമിനലായിരിക്കും. പിന്നെ നമുക്കറിയാം സിവിലിൽ പ്രൂഫ് ഓഫ് ബാലൻസ് ഓഫ് പ്രോബബിലിറ്റിയും ഉണ്ടാവും.
ഓക്കെ, എനിക്ക് 3 ക്വസ്റ്റ്യൻസ് കൂടിയേ ഉള്ളൂ, അതുകൊണ്ട് ചെയ്തേക്കാം. In English common law system, which of the following rule that must be met before a precedent can be applied to a particular case? Okay. English common law system ഏത് റൂളാണ് okay? The decision must be based on a question of fact. The decision must not be based on a proposition of law. Materials facts of each case must be the same. Decision must be form of the objective dicta of the case. I think this is the answer. Dicta parna ella. Material facts of each case must be same. Adana varu parayna answer. For a precedent to be applied to a particular case, the decision must be on the proportion of law, not a question of fact. Question of fact ella. Proportional and must form its ratio decidency of the case. The material facts of the cases must be such. Okay. Ratio decidency part നോക്കി വെച്ചോട്ടോ, അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Okay. Which of the following is the name given to the type of statutory interpretation in a civil law system where a judge seeks to identify social purpose of the legislation and identify it in a manner to achieve it. Okay. അപ്പം സ്റ്റാറ്റുറ്ററി ഇന്റർപ്രിറ്റേഷനിൽ ജഡ്ജിന്റെ സോഷ്യൽ പർപ്പസ് ഉള്ളത് പറയാണ് teleological method, common method, sociological method. I think it's teleological method. Yes. To identify the social purpose, ഇതൊക്കെയാണ് ഒരു ഗസ് പോലെ ആക്കിയാണ് നമ്മളിതിൽ നിന്നും പറഞ്ഞില്ലത്. ഓക്കെ, ഇതൊക്കെ കറക്റ്റ്. 2 ഉത്തരം നേരത്തെ തെറ്റായി. ഇത് സാധ്യമായി അങ്ങനെയൊക്കെ വരും. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇത് സെപ്റ്റംബറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെപ്റ്റംബർ അറ്റംപ്റ്റിൽ വിച്ച് 2 ഓഫ് ദി ഫോളോയിങ് pre-assumptions which underpin statutory interpretation. Pre-assumptions നമ്മൾ നേരത്തെ വായിക്കാൻ വിട്ടുണ്ട്. ഓക്കെ, pre-assumptions ഒന്ന് വായിച്ചു നോക്കാം. Statute do not overriding existing law. Statute does not alter existing common law. Statute is not intended to deprive a person of his liberty, so does not have a retrospective effect. Statute does not bind the crown. Okay, things like that. So a statute repeals earlier legislation on the same subject matter. Common law is not altered by a statute. Okay, the statute override existing laws unless stated. Citizen deprived of property should be compensated. I think these 2 are the right answer. Okay, no. Citizen deprived of property by should be compensated. ഫസ്റ്റത്തെ ഒന്ന് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. പ്രാക്ടീസിൽ 26 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ക്വിസിത്തെ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്ത് നോക്കാം. A country as economy operates in the basis that the government control and regulates some areas of production with the remainder of being regulated by market force. Okay, which type of economic system is country operating? Government control ഉണ്ട്, മാർക്കറ്റ് ഫോഴ്സ് ഉണ്ട്. എന്ത് ചോദിക്കാനാ? മിക്സ്ഡ് അല്ലേ? In the context of separation of powers, okay, which branch as the function of deciding and passing new laws and repealing? I think it's legislating, decide a pass a new law. Which of the following statement regarding the doctrine of precedent is correct? Okay, doctrine. Objective data is binding on future decisions. Ratio decisions always binding on future decisions. If a precedent is overruled, the earlier decision is nullified. Ratio decisions can be subsequently overruled in certain cases. This area I'm some weak. എനിക്ക് അത്ര അറിയില്ല, അതുകൊണ്ട് ഞാൻ the ratio decidency can be overruled in some certain situation ഒന്ന് കൊടുത്തോക്കാം. In Islamic law, what is the word of prophet statements and saying?
ദിസ് ഈസ് ഈസി. സുന്നത്താണ് പ്രോഫറ്റ് മുഹമ്മദിന്റെ വരുന്നത്. വിച്ച് ബോഡി വാസ് എസ്റ്റാബ്ലിഷ് ടു സക്സീഡ് ദ ജനറൽ ഗാറ്റിന്റെ ഏത് ബോഡിയാണ് ഇത്? ICC അല്ല, WTO അല്ല, യൂണിക്കാറ്ററിലോ അല്ലേ OECD? യൂണിക്കാറ്ററിലാവാനാണ് ചാൻസ്. ഓക്കെ, നമുക്ക് ലാസ്റ്റത്തെ കിട്ടിയില്ല, ബാക്കിയെല്ലാം ശരിയായിട്ടുണ്ട്. ഫസ്റ്റത്തെ മിക്സ്ഡ് ആണ്, രണ്ടാമത്തെ B ആണെന്ന് അറിയാം, D ആയിരുന്നു. ഓക്കെ, B ആണ്. പിന്നെ ഇത് C ആണ്, WTO വരുന്നത്. ഓ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. നോ, 26 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാക്സിമം ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡിറ്റർമൈൻസ് ദ വേ ഇൻ വിച്ച് സൊസൈറ്റി ഈസ് ഗവേൺഡ്? ഇൻ വേ വിച്ച് ദ സൊസൈറ്റി ഈസ് ഗവേൺഡ്, ഏത് സിസ്റ്റമാണ് അത് നോക്കുന്നത്? ഐ തിങ്ക് ഇറ്റ്സ് എക്കണോമിക്. യെസ്, എക്കണോമിക് ആണെന്ന് തോന്നുന്നു. അല്ല, പൊളിറ്റിക്കൽ സിസ്റ്റം ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് സൊസൈറ്റി ഏതിൽ ഗവർണർ ചെയ്യണം. പൊളിറ്റിക്കൽ സിസ്റ്റം ഏതൊക്കെയായിരുന്നു? ഡെമോക്രാറ്റിക്കലും ഡിക്റ്റാറ്ററും. ഓക്കെ. In which of the following systems is there no separation of church and state? ഡെമോക്രസി അല്ലേ? തിയോറോക്രസി ആണോ? ഓ, in common law and civil legal system, the judiciary has the power to do which of the following? Judiciary have power of review and actions of the decide and pass new law. No. Judiciary have administer sign of new no. Review and ഇതായിരിക്കും, റിവ്യൂ ചെയ്യാം ആക്ഷൻസ് ഓഫ് ദി ഗവൺമെന്റ് ചെയ്യാൻ പറ്റും. ശരിയാ ലോ ഇസ് എക്സാമ്പിൾ ഓഫ് വിച്ച് ലോ? റിലീജിയസ്, സിവിൽ, കോമൺ ലോ. ശരിയാ ലോ ഒരു റിലീജിയസ് ലോ അല്ലേ? മുസ്ലിം ലോത്തിൽ പെടുന്നല്ലേ? റിലീജിയസ് കൊടുത്തു നോക്കുക, ചിലപ്പം കോമൺ ലോ ചാൻസ് ഉണ്ട്. ഇല്ല, റിലീജിയസ് ആയിട്ട് തന്നെ വരാം. In a criminal case whose behalf does the prosecution act? On whose behalf does the prosecution act? The accused, the state, the defendant. Accusedന്റെ ഇതിലായിട്ടല്ല പ്രോസിക്യൂഷൻ പ്രവർത്തിക്കുക, അല്ല, the സ്റ്റേറ്റിന്റെ. In a criminal court proceeding, a person acting as a prosecutor usually representing the state. റെപ്രസെന്റ് ചെയ്യുക എന്താണ്? സ്റ്റേറ്റിനാണ് റെപ്രസെന്റ് ചെയ്യുക. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ടോട്ടൽ ആകെ ഇത്ര സമയം എടുക്കുന്നുള്ളൂ. നിങ്ങളൊരു ക്വസ്റ്റ്യന് മാക്സിമം 2 അല്ലെങ്കിൽ 1 മിനിറ്റ്. ഞാൻ വീഡിയോന്റെ ഇത് വേണ്ടിയിട്ടും കുറച്ച് സ്പീഡായിട്ടൊക്കെ പോകുന്നത്, അധികം വായിക്കാൻ അത്ര സ്പീഡൊന്നല്ല ചെയ്യുന്നത്, ലൈക്ക് അത്ര സ്ലോ ഒന്നല്ല ചെയ്യുന്നത്. അപ്പോൾ വായിച്ചിട്ട് നല്ല സമയം എടുത്താൽ മെല്ലെ കിട്ടും. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേംസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി സ്റ്റാൻഡേർഡ് ഓഫ് റൂം? ഇനി ക്രിമിനൽ കേസാണ്, നമുക്കറിയാം ബിയോണ്ട് റീസണബിൾ ഡൗട്ടാണ്, അതിലൊരു നിമിഷമില്ല. In which of the following statement relating the legal liabilities are correct? Are some of behavior can raise to civil and criminal liability in case of double liability cases will be always be heard in the same court? Okay. ഇതിൽ ഒന്ന് മാത്രമാണ്, ഡബിൾ ആയിട്ടൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. The Roman legal principle, the law that laws should be contained in a codified written laws describes which legal system? നമ്മൾ പറഞ്ഞിരുന്നു, കോമൺ ലോയിലാണ് റിട്ടേൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ സിവിൽ ലോ. ഓക്കെ ഓക്കെ ഓക്കെ, സിവിൽ ലോ ആണ് നമ്മൾ കോഡൊക്കെ ചെയ്യാൻ പറഞ്ഞത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ജഡ്ജസ് ടു അപ്ലൈ ആൻഡ് എൻഫോഴ്സ് ദ ലോ? Imran feels that a recent decision by his local government to refuse him a license to trade was not concluded in line with the national licensing laws. Which of the following legal claims should Imran initiate? ലൈസൻസ് ഇതാക്കല്ല. അപ്പം ക്രിമിനൽ പ്രോസിക്യൂഷൻ ഒന്നും പോകണ്ട, ഒരു സിവിൽ ക്ലെയിമിന് പോയാൽ മതി, അല്ലെ ജുഡീഷ്യൽ റിവ്യൂക്ക് പോയാൽ മതി. നോക്കിയൊക്കെ സിവിൽ ക്ലെയിം ജുഡീഷ്യൽ റിവ്യൂ ആണ്. A jury will most likely to sit in which of the following legal cases? Jury
ജൂറി പോകേണ്ടത് ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ദ ലീഗാലിറ്റി ഓഫ് ന്യൂ ലോ, സിവിൽ ക്ലെയിം ഫോർ ഡാമേജസ്, ക്രിമിനൽ പ്രോസിക്യൂഷൻ ഫോർ മർഡർ. ജുഡീഷ്യൽ റിവ്യൂ അല്ല, സിവിൽ ക്ലെയിം ഫോർ ഡാമേജസ് ആണെന്ന് തോന്നുന്നു. അല്ല, ക്രിമിനൽ പ്രോസിക്യൂഷൻ ആണ്. ജൂറി ഓ ഇക്വിറ്റി നമുക്കറിയാം. ഫ്യൂച്ചർ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് ലോ. ഇക്വിറ്റി നമ്മൾ സിവിൽ ലോനല്ലേ പല്ലട പറഞ്ഞേ, അല്ല കോമൺ ലോനെ പറ്റിയല്ല പറഞ്ഞേ. What principle prevents the judiciary from overruling legislation? Judicial presidents, no, parliament is overrated. Who trained judicial thought? മധബാണ് ഫക്കീഹ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റിബ എന്ന് പറഞ്ഞ് History of the following categories of international law. Public, common ഉണ്ടോ? കോമൺ ഉണ്ടോ? പബ്ലിക്കും പ്രൈവറ്റ് വരാം. അപ്പൊ നമ്മൾ 16 ക്വസ്റ്റ്യൻസ് വരെ ചെയ്ത് ബാക്കി 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ പെട്ടെന്നാണ് അവിടെ ചെയ്തത്, അപ്പൊ എല്ലാ ആൻസറൊന്നും കറക്റ്റ് ഒന്നല്ല. 10 ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസും കറക്റ്റ് ചെയ്താൽ മതി, അപ്പോൾ നമ്മൾ പാസ്സായി. എല്ലാം ഒന്നും കറക്റ്റ് ആവാനൊന്നും പറ്റൂല, കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയം, അതുമല്ല നമ്മൾ വായിച്ച് പെട്ടെന്ന് പോകുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത സമയം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ഇത്ര ഒന്നല്ല, ഒരു മിനിറ്റ് എങ്കിലും ഒരു ക്വസ്റ്റ്യൻ മിനിമം എടുക്കണം, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് എങ്കിലും എടുക്കണം. എല്ലാത്തിലും വളരെ കുറച്ചേ എടുത്തുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.